ഇവിടെ ഈ രാജകുമാരി അവളുടെ ചേട്ടനോട് യാത്ര പറഞ്ഞ് അവിടെ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തെ രാജകുമാരനെ വിവാഹം കഴിക്കാനായി എത്തിയിരിക്കുകയാണ്. വിവാഹ വേഷത്തിൽ എത്തുന്നവൾ മുഖംമൂടി ധരിച്ചായിരിക്കും വന്നിരിക്കുക. അപ്പോൾ അവിടുത്തെ ആൾക്കാർ എന്തിനാണ് മുഖംമൂടി ധരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു വരുമ്പോൾ സത്യത്തിൽ വിവാഹ ദിവസം വരൻ മുഖംമൂടി അയച്ചു മാറ്റണം, അതൊരു ആചാരമായിരിക്കും. എന്നാൽ വധു എത്തിയിട്ട് പോലും വരൻ ഇതുവരെ എത്തിയിട്ടില്ല. കുമാരൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല എന്നാണ് പറയുന്നത്. ദേഷ്യം വന്ന ഹീറോയുടെ അച്ഛൻ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, അവനെ വേഗം ഇവിടെ എത്തിക്കാനായിട്ട് പറയുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ ഹീറോയെ കൊണ്ടുവരുന്നത് അവൻ കിടന്നു വന്ന കട്ടിലുൾപ്പെടെയാണ്. ഇങ്ങനെയാണോ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ച് ഹീറോയുടെ അച്ഛൻ അവൻ്റെ മേലുള്ള പുതപ്പ് മാറ്റി വേഗം എഴുന്നേറ്റ് റെഡിയായി വാ, ഇന്ന് നിന്റെ കല്യാണമാണ്. ഹീറോ അവളെ നോക്കി, എനിക്കിവളെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അവളുടെ മുഖം കാണാൻ കൊള്ളില്ലാത്തോണ്ടായിരിക്കും അവൾ മുഖംമൂടി ധരിച്ചിരിക്കുന്നെന്ന്. എനിക്ക് വേണ്ടി വടക്ക് ഭാഗത്ത് ധാരാളം സുന്ദരിമാരെ കിട്ടും. ഇത് കേൾക്കുന്ന രാജകുമാരി ദേഷ്യം വന്ന്, എൻ്റെ ഭാവി ഭർത്താവിനെ കുറിച്ച് എനിക്ക് ചില സങ്കല്പമുണ്ടായിരുന്നു, പക്ഷെ വരും വഴി ഞാൻ കേട്ടത് ഇങ്ങനെയല്ലായിരുന്നു. അവനിഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കട്ടെ, വേണമെങ്കിൽ ഒരു അവസരം കൂടി തരാം. ഞാൻ തരുന്ന സമയത്തിനുള്ളിൽ നിങ്ങളുടെ മനസ്സ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരാളെ വിവാഹം കഴിക്കും. സോ അതൊരു പന്തയമായിട്ട് വെക്കുകയാണ്. രാജകുമാരി പറഞ്ഞതുപോലെ ഹീറോയുടെ അച്ഛൻ അരവർഷത്തേക്ക് കാത്തിരിക്കാനായി പറഞ്ഞ് ആ ഒരു ചടങ്ങ് നിർത്തിയിട്ട് പോവുകയാണ്.